വെൽക്കം ബാക്ക് ടു ചാനൽ ഷൂസ് വ്ലോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്നോട് കുറേ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ സ്കിൻ എങ്ങനെ കിട്ടും, അത് ചെയ്യാൻ വല്ല വഴിയുണ്ടോ, അതേപോലെ തന്നെ എനിക്ക് 14 വയസ്സായിട്ടുള്ളൂ, മുഖത്ത് നിറച്ച് കുരുക്കളായി ഇരിക്കുകയാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതേപോലെ തന്നെ കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, അത് കിട്ടും, അതേപോലെ തന്നെ റൈസ് വാട്ടർ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്, വല്ല ഗുണമുണ്ടോ, ഒരു സിമ്പിളായിട്ടൊരു സ്കിൻ കെയർ പറഞ്ഞു തരും, സ്കിന്നൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അത് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഈയിടെയായിട്ട് ഇപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ആയിട്ട് ഒരു വീഡിയോയ്ക്ക് ഉത്തരം തരാൻ വേണ്ടി പോവാണ്, കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ സ്കിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ വേണം. പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കൊരു ക്ലിയർ സ്കിന്ന് ഉണ്ടാവും, അത് ഉറപ്പാണ്. പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആൾക്ക് കിട്ടുള്ളൂ. സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു സ്കിൻ കെയർ ഞാൻ പറയും. ക്ലിയർ സ്കിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് ക്ലെൻസിങ് ചെയ്യണം, ഒരു എക്സ്ഫോളിയേറ്റ് ആവശ്യമുണ്ട്, ഒരു ടോണർ ആവശ്യമുണ്ട്, ഒരു സിറം ആവശ്യമുണ്ട്, ഒരു മോയ്സ്ചറൈസർ ആവശ്യമുണ്ട്, ഒരു സൺസ്ക്രീൻ ആവശ്യമുണ്ട്. ഇത്ര കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലെൻസിങ് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലായിരിക്കാം, അതൊക്കെ കെമിക്കലാന്ന് പറഞ്ഞ് ചിലപ്പോൾ യൂസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഫേസ് വാഷ് എന്ന് പറയാനായിട്ട് ഞാൻ അവിടെ പറയാമെന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്ത് അവരുടെ മുഖം അവർക്ക് കഴുകാവുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ എക്സ്ഫോളിയേറ്റിനായിട്ട് അവർക്ക് ഷുഗറും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും യൂസ് ചെയ്ത് ഒരു സ്ക്രബ് മാതിരി യൂസ് ചെയ്യാം. പിമ്പിൾസ് ഉള്ളവർ മെയിനായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യാം, അതൊരു വീക്കിലി ഒരു 2-3 പ്രാവശ്യം മാത്രം വേണ്ടി ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ ഒരു ടോണർ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പ്രശ്നം അതനുസരിച്ചിട്ടുള്ളൊരു ടോണർ നിങ്ങൾ യൂസ് ചെയ്യുക. ഗ്രീൻ ടീയുടെ ടോണർ ഉണ്ട്, ടീ ട്രീയുടെ ടോണർ ഉണ്ട്, റൈസ് വാട്ടർ ടോണർ ഉണ്ട്, പൊമഗ്രാനേറ്റിൻ്റെ ടോണർ ഉണ്ട്, കുക്കുംബർ ടോണർ ഉണ്ട്, പല ടൈപ്പ് ടോണറുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പിമ്പിൾസ് ഉള്ള ആൾക്കാരാണ്, ആക്നി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീ ട്രീയുടെ ടോണർ നന്നായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് നല്ല ഗ്ലോ, നല്ല ബ്രൈറ്റനായിട്ട് നിങ്ങളുടെ മുഖം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് വാട്ടർ ടോണർ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് ആവശ്യം അതിന് പറ്റിയൊരു ടോണർ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, സിറംസ് ഒക്കെ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഞാൻ അടുത്തത് പറയുന്നത് സിറാണ്. സിറം ചിലവരുടെ മുഖത്തിന് പറ്റില്ല, ചിലവർക്ക് നന്നായിരിക്കും. ചിലവരുടെ മുഖത്തിന് പറഞ്ഞാൽ എൻ്റെ മുഖത്തിന് സിറം പറ്റില്ല, എൻ്റെ മുഖത്ത് കുരു വരും, എൻ്റെ മുഖത്ത് അപ്പോൾ ഈ ഡേറ്റൊരു സിറം യൂസ് ചെയ്ത് തുടങ്ങിയതാണ്, അതിനാണ് ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് 5 കുരുക്കൾ. അപ്പം സിറംസ് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സിറം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സിറം എനിക്ക് ഭയങ്കര സിറം എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ എന്താണോ പ്രശ്നം അതിനനുസരിച്ചിട്ടുള്ള ഒരു ടോണർ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നയാസിറമൈഡിൻ്റെ ടോണറുണ്ട്, പല ഇതിൻ്റെ ടോണറുകളുണ്ട്, സിറം ഉണ്ട്, പല കമ്പനി സാധനങ്ങളുണ്ട്, എല്ലാം കൂടി വാരി പൊത്തി തേക്കാതിരിക്കുക മെയിനായിട്ട്. പിന്നെ ഞാനൊക്കെ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഫസ്റ്റ് സൺസ്ക്രീനോ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യില്ല. ഇതൊന്നും എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായില്ല. ഞാൻ ഒരു 7 വരെ എനിക്ക് സ്കിൻ കെയർ വേണം, ഇങ്ങനെ സ്കിന്നൊക്കെ സൂക്ഷിക്കണം എന്നൊന്നും എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഞാനൊരു 7 എത്തിയപ്പോഴാണ് എനിക്ക് ഫേസ് വാഷിനെ പറ്റിയൊക്കെ ഒരു ഒത്തിരി ധാരണ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടയിൽ പോയി വില കുറവിന് ഒരു ഫേസ് വാഷ് മേടിച്ചു. അതാണ് 15 രൂപയുടെ നീം ഫേസ് വാഷ് എന്ന് പറയും. ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഫേസ് വാഷാണ്. ഞാൻ ഇങ്ങനെ ഫേസ് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഫേസ് ഇങ്ങനെ വാഷ് ചെയ്യുന്ന നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യമൊക്കെ ആ ഒരു 15ൻ്റെ ആ ഒരു സംഭവം എനിക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, 4-5 വട്ടം മുഖമൊക്കെ കഴുകിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയോടും എല്ലാവരോടൊക്കെ പറഞ്ഞ് അവർക്കും ഫേസ് വാഷിനോട് ഒരു ഇതുണ്ടാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിമാലയയുടെ 75-ൻ്റെ 85-ൻ്റെ ഒക്കെ വലുത് മേടിച്ച് തുടങ്ങി, 100-150 ഒക്കെ മേടിച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് യൂസ് ചെയ്യാം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഫേസ് വാഷ് വാരി കൊടുത്ത് തേക്കരുത്, അതൊരു ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ തേക്കാൻ പാടുന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ അത് കുറച്ചു, പിന്നെ ഇതിനൊക്കെ ബ്രാൻഡ് ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ കുറേ ഫേസ് വാഷ് ഉണ്ട്. എൻ്റെ വിചാരം ഒരു ഫേസ് വാഷേ ഉള്ളൂ, ആ ഒരു ഫേസ് വാഷാണ് നീം ഫേസ് വാഷ്, 15 രൂപയുടെ ഫേസ് വാഷേ ഉള്ളൂ. പിന്നെയാണ് എനിക്ക് ഭയങ്കര ഇതൊക്കെ വന്നു തുടങ്ങിയത്, ഭയങ്കര ബ്രാൻഡൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി വേണം മേടിക്കാൻ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ പോൺസിൻ്റെ, അത് ഞാൻ പണ്ടേ മുതൽ ഉപയോഗിക്കുന്നതാണ്, ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ബേസ്ഡ് ആയിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അത് ഇപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല സംഭവമാണ്. പിന്നെ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് നമ്മൾ ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ കരിഞ്ഞു പോണ വെയിലെന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര വെയിലാണ് ഇപ്പോഴത്തെ വെയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മെയിനായിട്ട് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സ്കിന്നിൻ്റെ യൂസ് ചെയ്യുക, ഓയിലി സ്കിന്നിൻ്റെ യൂസ് ചെയ്യുക. അങ്ങനത്തെ നമ്മൾ നോക്കി തന്നെ സൺസ്ക്രീൻ മേടിക്കുക. ആദ്യം തന്നെ ഒരു സൺസ്ക്രീൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് 75 രൂപയുടെ 110 രൂപയുടെ ഒക്കെ സൺസ്ക്രീൻ കിട്ടും. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് പിന്നീട് അവരുടെ സ്കിൻ ടൈപ്പൊക്കെ നോക്കി റെഡിയായി വന്നാൽ മതി.
അല്ലാതെ ആദ്യം തന്നെ നല്ല ബ്രാൻഡ് സാധനങ്ങളൊക്കെ പോയിട്ട് ഇത് അവർ ഉണ്ട് അങ്ങനെ സ്കിൻ കെയറൊന്നും ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു സ്കിൻ കെയറിലേക്ക് വരുമ്പോഴും അവരുടെ മുഖത്തിന് ഡാമേജസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുഞ്ഞിതിൽ തുടങ്ങുക, എന്നിട്ട് വലുതിലേക്ക് പതുക്കെ പോവുക. ആദ്യം സ്കിൻ കെയർ തുടങ്ങുക, പിന്നെ ശരിക്കുള്ള സ്കിൻ കെയർ തുടങ്ങുക, പിന്നെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഒരു പ്രോപ്പറായിട്ടൊരു അടിപൊളി സ്കിൻ കെയർ സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഒരു ലിപ് ബാമാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ലിപ് ബാം കൂടെ കാണിച്ചത്. എനിക്കിഷ്ടമുള്ളൊരു ലിപ് ബാം ഇതാണ്, വാസലിൻ്റെ. ഇതൊരു 4-5 ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് യൂസ് ഇങ്ങനെ എടുത്തതിന് ശേഷം. കണ്ടോ, വെറുതെ കണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ല ലിപ്പിന് നല്ല ഹൈഡ്രേറ്റിംഗ് തരുന്ന രീതിയിലുള്ളൊരു ലിപ് ബാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 60 രൂപയ്ക്ക് ഉള്ളൂ കേട്ടോ, വില വരുന്നുള്ളൂ. 60-65 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഒരു വല്ലപ്പോഴും ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ നമ്മൾ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മുഖത്ത് ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാൻ മാറാനുള്ള ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ മുഖം ബ്രൈറ്റൻ ആക്കണമെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. പിമ്പിൾസ് മാറാനാണെങ്കിൽ പിമ്പിൾസ് മാറ്റാനുള്ള ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ ഫേസ് പാക്കുകളോ അത് സിറം ടോണർ അങ്ങനത്തെ അധികം യൂസ് ചെയ്യാതിരിക്കും. സൺസ്ക്രീൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു ഡോക്ടറെ കണ്ട് അവർ പറയുന്നത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഭയങ്കര പ്രശ്നങ്ങളുള്ളതാണ്. നമ്മൾ പറയുന്നത് വേറെ ആൾക്കാർക്ക് പറയുന്നത് കേട്ട് നമ്മളത് ചെയ്യാൻ നിൽക്കുന്നത്ര നല്ലതില്ല. പിന്നെ ഞാൻ പറയാനുണ്ടെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്ക് വന്നതെന്ന് വെച്ചാൽ 14 വയസ്സായിട്ടുള്ളൂ, ഒരു ക്ലിയർ സ്കിന്ന് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ചോദിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണ്, 14 വയസ്സായിട്ടുള്ളതെങ്കിൽ ഒരു സിമ്പിൾ സ്കിൻ കെയർ ആണ് നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ടീനേജ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് അവർക്ക് വേണ്ടത് എന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അവരെ സിമ്പിൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലെൻസർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഒരു ലിപ് ബാം. ഈ ഒരു 4 കാര്യമാണ് അവരുടെ ഫേസിൽ അവർക്ക് ആവശ്യമുള്ളൊരു സംഭവം. അല്ലാതെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൻ കെയറിൻ്റെ കൂടെ ലിപ്സ്റ്റിക് ഉൾപ്പെടുത്തിയാൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ലിപ്സ്റ്റിക്കിനായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങില്ല. ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേക്കപ്പാണ് നമുക്ക് മേക്കപ്പ് ആയിട്ടും സ്കിൻ കെയർ ആയിട്ടും നമുക്ക് അത് മാത്രം ചെയ്താൽ മതി. ടീനേജസ് ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ഇടാണ്ടിരിക്കുക. കുഞ്ഞാൾ മുതലേ നമ്മുടെ സ്കിൻ നമ്മൾ ഡാമേജ് ആക്കാതിരിക്കുക. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള മേക്കപ്പുകൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ലിപ്പാണെന്നുണ്ടെങ്കിൽ ലിപ്പ് നല്ല ലിപ്പ് ലൈനറൊക്കെ വെച്ച് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ നല്ല ഒരു ഫീച്ചർ എടുത്ത് കാണിക്കുന്നത്. അതായത് കണ്ണാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിലും മേളിലും എഴുതി ഐഷാഡോ ഒക്കെ ഇട്ട് മസ്കാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിലിരിക്കും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടർ, നിങ്ങൾക്ക് നമ്മുടെ സ്കിന്നിനൊന്നും പറ്റുന്നില്ല, പിമ്പിളാണ് ആക്നെ ആണെന്നൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് സ്കിന്നെ കണ്ട് അവർ പറയുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഉള്ള ആൾക്കാർ. പിന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. കുറേ സാധനങ്ങൾ വാരി വലിച്ച് മുഖത്ത് തേക്കാതിരിക്കാനും വേണ്ടി നോക്കണം. പിന്നെ ഉറങ്ങുമ്പോൾ മേക്കപ്പ് ഇട്ട് ഉറങ്ങുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിപ്പോഴേ നിങ്ങളുടെ ആ ഒരു ശീലം മാറ്റുക. ഇപ്പോൾ രാത്രി ഒരു പാർട്ടിക്ക് പോയി വന്നാൽ ഇപ്പോൾ രാത്രി പോകുന്ന ആൾക്കാരാണ് ഞാൻ മെയിനായിട്ട് ഞാൻ കാണുന്നത്. വെയിലൊന്നുമില്ലോ പിന്നെ നിന്നെ സൺസ്ക്രീൻ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, രാത്രി ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അവിടുത്തെ ലൈറ്റുകൾ നമ്മുടെ മുഖത്തടിക്കുമ്പോൾ നമുക്ക് സ്കിൻ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നൈറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്നുള്ള ഇതും ഡാമേജസ് മാത്രമല്ല വരിക, ലൈറ്റിൽ നിന്നും വരാം. അതുകൊണ്ട് പിന്നെ ഉറങ്ങുമ്പോൾ അതേപടി നമ്മൾ വന്ന് കിടന്നുറങ്ങും. അങ്ങനെ ഒരു സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ മടിയാണെങ്കിൽ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. രാത്രി വരുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം വീട് തുടങ്ങാൽ മതി. നമ്മൾ ഫേസ് വാഷ് ഇട്ടൊന്ന് മുഖം കഴുകിയിട്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി നോക്കാം. ആഴ്ചയിൽ ഒരു 2-3 ദിവസം പില്ലോ കവർ മാറ്റാൻ വേണ്ടി നോക്കാം. അതിൽ നിന്നുള്ള ഡാമേജ് നമ്മുടെ മുഖത്ത് വന്നു അങ്ങനെ നമുക്ക് പിമ്പിൾസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കുക എല്ലാവരും. പിന്നെ എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈസ് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് എൻ്റെ അടുത്ത് വന്നിരുന്നൊരു ക്വസ്റ്റ്യൻ. റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. റൈസ് വാട്ടർ പാക്ക് ആവട്ടെ, ഷീറ്റ് മാസ്ക് ആവട്ടെ, ടോണർ ആവട്ടെ, സിറം ആവട്ടെ, എന്തും ആവട്ടെ, റൈസ് വെച്ചിട്ടുള്ള എന്ത് സംഭവങ്ങളും നമ്മുടെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. അതായത് ഓയിലി സ്കിന്നുകാർക്ക് ഇത് നല്ലൊരു സംഭവമാണ്. ഓയിലി സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ റൈസ് വാട്ടർ ടോണറുകൾ ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ അവരുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കാൻ നല്ലതാണത്. പിന്നെ ഞാൻ പറയാനുണ്ടെങ്കിൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ, ഇത് ഞാൻ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. നമ്മൾ കൊറിയൻകാരുടെ സ്കിന്നല്ല ഇന്ത്യക്കാർക്കുള്ള സ്കിന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനത്തെ സ്കിന്നാണോ ഉള്ളത് ആ ഒരു സ്കിന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ബ്രൈറ്റൻ ചെയ്ത് കുരു ഒന്നും വരാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം. അല്ലാണ്ട് കൊറിയൻ സ്കിന്ന് പറഞ്ഞ് കിടന്ന് മരിക്കാൻ നിൽക്കരുത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം അതാണ്. കൊറിയൻ സ്കിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കൊറിയൻ സ്കിന്നിൽ നല്ലൊരു നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ കൊണ്ടുവരിക, അങ്ങനെ ചിന്തിക്കുക. കൊറിയൻ സ്കിന്നായിരിക്കും നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കുറച്ച് അതായത് നമ്മുടെ ഒരു സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ എടുത്തുണ്ടാവും. ഒരു സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ മുഖത്തുണ്ട്. നമ്മളറിയില്ല നമ്മൾ സൺസ്ക്രീൻ നന്നായി യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കയ്യിലും കാലിലൊക്കെ ടാൻ അടിച്ചതിന് ശേഷം നമ്മുടെ മുഖത്ത് ടാൻ അടിക്കുള്ളൂ.
മുഖത്ത് ടാൻ അടിക്കാൻ കുറച്ച് സമയം പിടിക്കും. അവർ കുറച്ച് അപ്പോൾ നമുക്ക് സൺസ്ക്രീനും കൂടി ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നല്ല രസത്തിൽ പോകും. അതുപോലെ അംബ്രല്ലയൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അധികം ടാൻ അടിക്കത്തില്ല. അപ്പോൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ടാൻ എന്ന് പറയുമ്പോൾ കൊറിയൻ സ്കിന്നുകാർക്ക് അവർ തിന്നുന്ന ഫുഡുകൾക്കൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും പുറത്തിറങ്ങി അപ്പോൾ ടാൻ അടിക്കും. പക്ഷേ അവർ കാണാൻ നല്ല വെടുപ്പുണ്ട് കാണാൻ. അതേപോലെ നമുക്കിപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സൺസ്ക്രീൻ അംബ്രല്ലയൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ സൺ ടാനേ അടിക്കില്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാം. അതുകൊണ്ട് സൺസ്ക്രീൻ അവർ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നമ്മൾ മേടിച്ച് തയ്ച്ചിട്ട് നമുക്ക് ഗുണമില്ല. നമ്മുടെ സൺസ്ക്രീൻ എന്താണോ ഇപ്പോൾ ഡാംടോക്കിൻ്റെ ഒരു സൺസ്ക്രീൻ ഇറക്കിയിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ആ സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇന്ത്യക്കാർക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നതാണത്. കൊറിയൻകാർക്ക് വേണ്ടി ഇറക്കിയതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർ മേടിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കൊറിയൻ മാത്രമുള്ള സ്കിന്നുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ള സ്കിന്ന് നമ്മൾ ഒന്ന് റെഡി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മുഖം ആവി പിടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ മുഖം ആവി പിടിക്കുന്നത് നമ്മുടെ മുഖം നല്ലൊരു ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ല ഒരു കാര്യമാണ്. മുഖം ആവി പിടിക്കുന്നതെന്ന് പറയുന്നത്. അത് എന്നൊന്നും ആവി പിടിക്കരുത്, ഒന്നരാടം അല്ലെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുഖം നമ്മൾ ആവി പിടിക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു ഫേഷ്യൽ മസാജ്, ഒരു ഫേഷ്യൽ എക്സസൈസ്, ഒരു ഫേസ് യോഗയൊക്കെ നമ്മുടെ മുഖത്തിന് കൊടുക്കുന്നത് നമ്മുടെ മുഖം നല്ല യങ് ആക്കി വെക്കാനും അതേപോലെ നമ്മുടെ മുഖം കാണാൻ തന്നെ ഒരു നല്ല വെടുപ്പ് നല്ലൊരു ഭംഗിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. പിന്നെ ക്ലെൻസിങ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാവിലെയും രാത്രി ഒരു ക്ലെൻസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. എക്സ്ഫോളിയേറ്റും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഒരു റൈസ് ടോണർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഗ്ലോയിങ് നല്ല ബ്രൈറ്റൻ സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ മോയ്സ്ചറൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് മാത്രം കൊടുക്കാതെ കയ്യിലും കാലിലും ഒക്കെ നല്ല മാതിരി ഒരു ടാൻ പോകുന്ന ഒരു പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് മാത്രം ഇടാതെ കയ്യിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക, കാലിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നമ്മളൊരു കല്യാണത്തിന് പോണേക്കാളും മുമ്പ് ഒരു മേക്കപ്പിന് മുമ്പ് നമ്മൾ ഷീറ്റ് മാസ്കോ അല്ലെങ്കിൽ ഐസ് ട്യൂബ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖം നന്നായിട്ടൊരു ഹൈഡ്രേറ്റിംഗ് നല്ലൊരു ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ മേക്കപ്പിന് മുൻപ് അത് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും വെള്ളം കുടിക്കുക. പുറമെ മാത്രം ഹൈഡ്രേറ്റ് ആയിട്ട് കാര്യമില്ല, ഉള്ളിലും ഹൈഡ്രേറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം. 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. എക്സ്ഫോളിയേറ്റ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാൻ സമയമില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലെങ്കിലും നിങ്ങൾക്ക് പുറമേ നിന്ന് ഒരു 78-80 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സ്ക്രബുകൾ മേടിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താൽ പിന്നെ ടാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കടലമാവ് വെച്ചിട്ടുള്ള ഇതുകൾ ചെയ്യാം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് ഞാൻ ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതൊരു മുൽത്താനി മിട്ടിയും ഓറഞ്ച് പീൽ പൗഡറും വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ക്ലിയർ ടാൻ ഫ്രീ സ്കിൻ സംഭവമാണ്. അടിപൊളിയാണ്, നന്നായിട്ട് ടാൻ പോകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അത് ഇതിന് 150 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ഷെ നല്ല സാധനമാണ് കേട്ടോ അത്. പക്ഷെ നല്ലൊരു നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ലൊരു മണമൊക്കെയുള്ള സംഭവമാണ്. കണ്ടത് മുൾത്താനി മിട്ടി ഉള്ളതുകൊണ്ട് ഇതുമേൽ ഒരു കറുത്ത സാധനം കേടായിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വീണ് അങ്ങനെ ഒരു കളറാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് അത്യാവശ്യം 150 രൂപയ്ക്കുള്ള സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഉണ്ട്. നമ്മൾ ടാൻ പോകുന്നുണ്ട്, സംഭവം ടാൻ പോകുന്നുണ്ട്. അതാണ് നമുക്ക് നിർബന്ധമായിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ തുടങ്ങി നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒരു ദിവസത്തിൽ ഒരു എഗ്ഗെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കണം. ഒരു ബുൾസായി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മുട്ട ഓംലേറ്റ് ആക്കി അടിക്കാം, അല്ലെങ്കിൽ മുട്ട കറി അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ ഒരു മുട്ടെങ്കിലും നമ്മൾ ഒരു ദിവസം കഴിച്ചിരിക്കണം. അത് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബ്രെയിനൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ എക്സസൈസ്, റെഗുലറി ഒരു എക്സസൈസ് ചെയ്യണം. ഒരു അരമണിക്കൂർ സമയം ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എക്സസൈസ് എങ്കിലും ഇപ്പോൾ യൂട്യൂബിലായാലും എങ്ങനെയായാലും നമുക്ക് എക്സസൈസുകൾ കുറേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ചെയ്യുക. ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഫേസ് യോഗ, ഒരു ഫുൾ ബോഡി എക്സസൈസ്. ഞാൻ അങ്ങനെ ഒരു 35 മിനിറ്റിൻ്റെ ഒരു എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നല്ല സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിറ്റേഷൻ, ഒരു യോഗ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെയും ഞാൻ സൂക്ഷിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ ആണ്. കാരണം തട്ടമുണ്ടൊക്കെ ഉണ്ടോണ്ട് ആര് കാണാനാ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് സൂക്ഷിക്കാറില്ല. പക്ഷേ ചെടിയൊക്കെ ഒന്ന് കളയാറുണ്ട്, ഇതൊക്കെ ഒരിക്കലും കെട്ടി വെക്കാറുണ്ടെന്ന് മാത്രം. അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ഇതൊന്നും ഇപ്പോൾ ഒന്ന് റെഡി ആയി തുടങ്ങിയത്. കാരണം മുഖം തലയിൽ ഉലുവയൊക്കെ ഇട്ട് നല്ല ഇതാക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളൊരു 2 സംഭവങ്ങളാണ് ഈ 2 സംഭവങ്ങൾ കേട്ടോ. ഇതിൻ്റെ ഹെയർ നല്ല അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഷാമ്പു ആണ് സംഭവമാണ്. അപ്പോൾ ഞാൻ താരം പോകാൻ വേണ്ടി വെച്ചൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനൊക്കെ അടിപൊളിയാണ്. എവരിഡേ യൂസിന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്നത്. ഇത് എവരിഡേ യൂസിന് പറ്റില്ല, ഇത് മന്ത്ലി വീക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ഈ ഒരു സംഭവം. ഞാൻ ഒന്നരാടാണ് അങ്ങനെ യൂസ് ചെയ്യാറ്. ഇത് നമ്മുടെ മുടി സ്ട്രോങ് ആക്കാനും സിൽക്കി ആക്കാനും അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കാനും നല്ലൊരു ഐറ്റമാണ്. ഇതിന് 70 രൂപ വരുന്നുള്ളൂ, പക്ഷേ 70 രൂപയുടെ സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സംഭവത്തിന് ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവരുന്ന ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്. വെറുതെ വില യൂസ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി 150 രൂപ കണ്ടാണ് ഇതിന് വില വരുന്നത് കേട്ടോ. പക്ഷേ 150 രൂപ എന്ന് പറയുമ്പോൾ ഇതിന് കാശുണ്ട്. ഈ സംഭവം അത്ര ഇല്ല.
ഡാൻഡ്രഫ് പോകുന്നുണ്ട്, നന്നായിട്ട് ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾ. ഇതിപ്പോൾ കിട്ടാത്തൊരു പാടായിരിക്കും, കാരണം ഇതിങ്ങനെ വീട്ടിലിങ്ങനെ കൊണ്ടുതരുന്ന ആൾക്കാർ നമുക്ക് അവർക്ക് മേടിച്ചതാണ്. ഇത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും കിട്ടും, KP കമ്പൂസിൻ്റെ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാൻ എൻ്റെ ഹെയറിൽ ഞാൻ യൂസ് ചെയ്യാറുള്ള സംഭവം എന്ന് പറയുന്നത് കേട്ടോ. സംഭവം പിന്നെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഉലുവ വെള്ളത്തിലിട്ട് മറ്റേ എന്താ പിറ്റേ ദിവസം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് അരച്ച് കുറച്ച് 2 വേപ്പലയും കുറച്ച് അലോവേരയൊക്കെ ഇട്ട് തല തേക്കാറുണ്ട്. അലോവേര നമ്മുടെ തലയ്ക്ക് നല്ലതാണ്. അതുപോലെ ആര്യവേപ്പ് ഇട്ടിട്ട് ചേർസ് അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡാൻഡ്രഫ് പോകാൻ നല്ല മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ വളരെയധികം നല്ല സംഭവമാണ്. ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു പാക്ക് അതാണ്. പിന്നെ ഞാൻ വെറുതെ അലോവേര ജെൽ അപ്ലൈ ചെയ്യാറുണ്ട്, അതാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഹെയറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മളിപ്പോഴും ഇങ്ങനെ മുഖം ഇങ്ങനെ വെറുപ്പിച്ചിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ വേണ്ടത് നമ്മൾ പെട്ടെന്ന് ഒരു ചിരിയൊക്കെ ചിരിക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സ്മൈല് നന്നായിരിക്കണം. അപ്പോൾ ചിലവർ ഇങ്ങനെ ചിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ ഒരു പിടിപ്പുണ്ടെങ്കിൽ സ്മൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ പല്ല് കാട്ടിച്ചിരിക്കണം. ഈ ചിരി നമ്മുടെ മുഖത്ത് ഓവറോൾ ആയിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊരു സംഭവമാണ് നമ്മുടെ സ്മൈൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനൊരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ ഈ മുതൽ നിങ്ങൾ നോക്കിയാൽ മതി, അത് ആ കാര്യം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാരണം ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലർ ഞാൻ കാണിക്കുന്നത് കണ്ടിട്ട് എന്നിട്ടാ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ചിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ ആ ഒരു ഗ്ലോ, അവരുടെ ആ ഒരു അവർക്കൊരു തൃപ്തി വരും. അപ്പോൾ അത് നല്ലൊരു സംഭവം. സ്മൈൽ എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ട് എപ്പോഴും മുഖം കുത്തിച്ച് നിൽക്കാണ്ട് കടന്നൽ കുട്ടിയെ പോലെ മുഖം കണ്ട് നല്ല രീതിക്ക് ഇതിൽ പോകാം കേട്ടോ. പിന്നെ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ബോഡി കെയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുഖം മാത്രം സൂക്ഷിച്ചിട്ട് കാര്യമില്ല, കയ്യും കാലും ഒക്കെ നന്നായിട്ട് തന്നെ ടാൻ കളയണം. വേഗം ടാൻ അടിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കയ്യും കാലൊക്കെ മുഖത്തിനേക്കാളും. അപ്പോൾ കയ്യും കാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടാൻ കളയാൻ വേണ്ടിയിട്ട് കടലമാവൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കുന്നത് നല്ലതാണ്. ഇവിടെ വെയിൽ വന്നുകൊണ്ട് കാലൊക്കെ, അപ്പോൾ അത് വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും, എങ്ങനത്തെ ലിപ്സ്റ്റിക് ഇട്ടാലും, എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്താലും, എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ എന്താണ് മേക്ക് യു ഫീൽ കോൺഫിഡൻറ്റ് ബൈ എപ്പോഴും നല്ലൊരു കോൺഫിഡൻറ്റ്. നമുക്കിപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇടറി അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇടറി, ഈ ജീൻസിൻ്റെ ഒപ്പിടും എന്നൊക്കെ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ഇടാന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒരു ചിന്ത അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വല്ല കുഴപ്പമുണ്ടോ, ഇങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടോ, അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടൊരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി നമ്മുടെ മുഖത്ത് ആ ഒരു സ്മൈലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കോൺഫിഡൻസ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സംഭവമാണ് അത്. ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ഔട്ട്ഫിറ്റ് നമ്മുടെ എന്താണ് എല്ലാവരും പറയുന്ന ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാതെ നമുക്ക് എന്താണ് തോന്നുന്നത് അങ്ങനത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. അതിൽ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ്, ഇപ്പോൾ നല്ലൊരു ടോളായിട്ടൊരു ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആളിങ്ങനെ കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവാനുള്ള കോൺഫിഡൻസ് ആ ഒരു ഇരിപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻസ് നല്ല നിവർന്നൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവുള്ള ആ ഒരു ഇരിപ്പിൽ തന്നെ നമുക്ക് ആളൊരു കോൺഫിഡൻസും ആ ഒരു എന്താ പറയുക ആ ഡ്രസ്സിങ്ങും ആ ഒരു ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് കാണുമ്പോൾ ആളുടെ സ്വഭാവം നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും ചിലർക്ക്. പിന്നെ പകുതി ആൾക്കാരാണ് ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ലിപ്പ് അങ്ങനെ അധികം ശ്രദ്ധിക്കാത്ത ആൾക്കാർ. ഞാൻ ലിപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് കയ്യും കാലൊക്കെ ആയിരിക്കും. ലിപ്പ് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ലിപ്പ് ഞാൻ ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറും അതേപോലെ തേനൊട്ടി ഞാൻ സ്ക്രബ് മാതിരി ഒരു വീക്കിലി ചെയ്യാറുണ്ട്. വീക്കിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്യാറുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് നമ്മുടെ ചുണ്ടിന് കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ടൊക്കെ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങുന്നത് തന്നെ നമുക്ക് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കളയാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ് ബാമാണ്, ഒരു ലിപ് കെയറിൻ്റെ ഒരു ലിപ് ബാമാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ ഇപ്പോഴും ഇത് ഞാനിപ്പോൾ 2 എണ്ണം കണ്ട് മേടിച്ചു കേട്ടോ. ഇതിൻ്റെ വില 60 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇപ്പോൾ 80 അങ്ങോട്ടായി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങി. ഞാൻ 8 മുതൽ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്, 8ാം ക്ലാസ് മുതൽ. നല്ലൊരു സംഭവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവം കൂടിയാണ് കേട്ടത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഐ കെയർ ആണ്. ഐ കെയർ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വലിയ വെഡിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ പലവരും കാണുന്ന നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എന്തോ ഈ കണ്ണിൻ്റെ അടിയൊക്കെ കറുത്തിരിക്കുന്നുണ്ടല്ലോ, ഉറപ്പൊന്നുമില്ല, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചിലർക്ക് വേഗം കണ്ടാൽ മനസ്സിലാക്കും. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പാണ് നമ്മുടെ പലതും ഇതുണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ഐ ക്രീമൊക്കെ വെച്ച് അത് കളഞ്ഞില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സാധാരണ കണ്ണൊക്കെ എഴുതി പോയിരിക്കും. സാധാരണ കണ്ണെഴുതി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്നാലും നമ്മൾ മസ്കാര ഇട്ടിട്ട് നല്ല കണ്ണൊക്കെ ഇങ്ങനെ വിടർത്തി എഴുതിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, നല്ലൊരു അട്രാക്ഷൻ ഒക്കെ ഫീൽ ചെയ്യും. നമുക്ക് കണ്ണിൻ്റെ അടിയിലും മേലെഴുതി മസ്കാര ഇട്ടിട്ട് അടിയിൽ ഉള്ളിലൊക്കെ എഴുതി നല്ല ഐഷാഡോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. എനിക്ക് അങ്ങനെ കല്യാണത്തിന് അങ്ങനത്തെ ഇതിനൊക്കെ പോകുമ്പോഴാണ് സ്പെഷ്യലായിട്ട് അങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എന്നും നമ്മുടെ അണ്ടർ ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു മസാജൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ കണ്ണിന്. പിന്നെ ഇപ്പോഴും നമ്മൾ നല്ലൊരു മിനിമലായിട്ടുള്ള മേക്കപ്പ് ലുക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം. മിനിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ സംഭവങ്ങൾ അധികം വായി പൊത്താതെ ഒരു സ്കിൻ കെയർ, ഒരു ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഒരു ലിബാം, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോവാം. അതുള്ളൂ. അത്ര മേക്കപ്പ് നമുക്ക് ആവശ്യമുള്ള. എന്നാൽ കണ്ണിൽ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൺസീലറൊക്കെ ഒന്ന് വെച്ചൊന്ന് വെറുതെ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഫൗണ്ടേഷൻ ചിലവരുടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര
ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം അവർ ഫൗണ്ടേഷൻ ഇട്ട് പറയാൻ പറ്റും. കാരണം അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ അവർ മേടിക്കും. പക്ഷേ അങ്ങനെ എല്ലാവരും മേടിക്കണം. അവരെക്കാളും ഒരു പൊടിക്ക് അവരുടെ ഷെയ്ഡിനേക്കാളും ഒരു പൊടിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ മേടിക്കാം. ഓയിലി സ്കിന്നുകാരുടെ ആ ഒരു ഓയിൽനെസ് പറയുമ്പോൾ അത് എന്താ അബ്സോർബ് ആവും. അപ്പോൾ കറക്റ്റ് അവർ ഷെയ്ഡ് മേടിക്കുകയാണെങ്കിൽ അവർ ഒന്നും കൂടി ഡാർക്ക് ആവും. എന്നാൽ അവർ പൊടിക്കൊരു ലൈറ്റനിങ് ഉള്ള സാധനം മേടിക്കുകയാണെങ്കിൽ അത് അബ്സോർബ് ആകുമ്പോൾ കറക്റ്റ് അവർ ഷെയ്ഡ് വരും. അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ അത് സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. വളരെയധികം നല്ലതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ ഇടാണ്ടിരുന്നാൽ പിന്നെ ആ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടാതിരിക്കണവർക്ക് അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ എന്നോട് ചോദിച്ചൊരു സംഭവം, സ്കിൻ ഭയങ്കര ഡാർക്കാണ്, അതിന് ഒന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരും. വെളുക്കാൻ വേണ്ടിയിട്ട് തന്നില്ല, എന്നാൽ ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കാൻ തോന്നുകയാണെങ്കിൽ സങ്കടമുള്ള ആൾക്കാർ ചിലരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോജിക് ആസിഡിൻ്റെ സിറം. കോജിക് ആസിഡിൻ്റെ സിറംസ് ഒക്കെ ഭയങ്കര അധികം നല്ലതാണ് നമ്മുടെ മുഖം ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ കോജിക് ആസിഡിൻ്റെ സിറംസ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അത് വളരെ നല്ലതാണ്. നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന ലൈറ്റിനാക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കുറേ പേര് റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി കാണാൻ പറ്റും. കോജിക് ആസിഡിൻ്റെ ഗുണങ്ങളൊക്കെ വേണ്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലായിടത്തും ഇവിടെ കിട്ടും. മീഷോയിൽ, ഫ്ലിപ്കാർട്ടിൽ, പർപ്പിളിൽ, നെക്കിലൊക്കെ കിട്ടും. എവിടെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ആ സംഭവം മേടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ, ഇനി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. പിന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഡിങ് ആവാറായി ചേച്ചി, ഒരു 2-3 ദിവസം കൂടെ ഉള്ളൂ, ഫുൾ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആണ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ എനിക്ക് നോക്കാൻ വേണ്ടി പറ്റിയത്. ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ കല്യാണത്തിന്. എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ടിപ്സ് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ ടിപ്സ് ഒന്നും പറഞ്ഞു തരാൻ വേണ്ടി ഇല്ല, കാരണം എൻ്റെ വെഡിങ്ങൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ അതിൻ്റെ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ടിപ്സ് ചോദിച്ചത് കൊണ്ട് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം. നോക്കട്ടെ. സിറംസ് നൈറ്റ് ടൈമിൽ സിറം യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ വേഗം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പറ്റിയ സിറം നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട സിറംസ് യൂസ് ചെയ്യാതിരിക്കുക. കോജിക് ആസിഡിൻ്റെ സിറം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കും. നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടുന്ന സംഭവമാണ് അത്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നൈറ്റ് ടൈമിൽ സിറം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാൻ, നല്ല ഗ്ലോ ആക്കി വെക്കാനൊക്കെ നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉറങ്ങാൻ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാൻ പോകുമ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കിടക്കാൻ വേണ്ടി പോവുക. പിന്നെ സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാത്തവരാണ്. ഇപ്പോൾ ഒരു അണ്ടർ ഐ ക്രീം പോലും തേക്കാണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷിൽ മുഖമെങ്കിലും കഴുകിയിട്ട് കിടക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഞാൻ കൂടുതലായിട്ടും കേട്ടത് ആപ്പിൾ ലൈറ്റ് വിനീഗർ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ആപ്പിൾ ലൈറ്റ് വിനീഗർ യൂസ് ചെയ്യുക. വെഡിങ്ങുള്ള ആൾക്കാർക്ക് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ആപ്പിൾ ലൈറ്റ് വിനീഗർ വളരെയധികം നല്ലതാണ്. പിന്നെ ആപ്പിൾ ലൈറ്റ് വിനീഗർ പല ടൈപ്പിൽ കിട്ടും, ഒരു ഇതിലെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ എന്താണ് വിനീഗർ വരുന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ കഴിച്ചാൽ മതി. ലൈറ്റ് വിനീഗർ തന്നെ വേണമെന്നില്ല, അത് അടങ്ങുന്ന എന്തെങ്കിലും സംഭവം കഴിച്ചാലും മതി, നല്ലത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ കേട്ടത് ആപ്പിൾ ലൈറ്റ് വിനീഗർ നല്ലതാണെന്നുള്ളത്, അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾ വെഡിങ് മേക്കപ്പിന് മുമ്പ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെഡിങ് മേക്കപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നല്ലൊരു ഗ്ലോ ഉണ്ടാവും, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരാഴ്ച ഉള്ളതെന്നുണ്ടെങ്കിലും വീട്ടിലത്തെ ഫുഡുകൾ, നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്മൂത്തി ആൻഡ് സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക. ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡ്, ഓയിലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അധികം കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സമ്മർ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ, പൈനാപ്പിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ കൂടുതലൊക്കെ കല്യാണം ആകുമ്പോഴേക്കും കുരുവൊക്കെ കോട്ടയം വെച്ച് കുരുവൊക്കെ കുത്തിപ്പൊട്ടിച്ച് ഒക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പിനെ അത് ബാധിക്കും. മേക്കപ്പ് ഇടാണ്ട് എന്തായാലും ആരും കല്യാണത്തിന് പോവില്ല, കാരണം അതൊരു വലിയൊരു ഇതാണ്. ഇങ്ങനെയൊക്കെ വന്നാലും കല്യാണത്തിന് മേക്കപ്പ് പോലും ഇടാണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവില്ല, പൗഡറെങ്കിലും എടുത്തിട്ട് പോകുള്ളൂ എവിടെ പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങനെ കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ കല്യാണ പെണ്ണുകൾക്ക് വെച്ചാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും, ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. പിന്നെ എന്തൊരു സംഭവം, ഇപ്പോൾ ജ്വല്ലറി ഐറ്റംസ് ആയാലും അവർക്ക് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ കല്യാണ പെണ്ണിൽ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, ഒരു അംബ്രല്ലയും കൂടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഭയങ്കര വെയിലാണ്, അതിന് മൊത്തം ഭയങ്കര ഡാമേജസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേക്കപ്പിന് ബാധിക്കും. ഭയങ്കര ഹെവി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് മോയ്സ്ചറൈസർ മെയിനായിട്ട് സൺസ്ക്രീനിന് മുമ്പ് ഇടണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങനെ പറയാനുണ്ടെങ്കിൽ പല ടൈപ്പ് പിമ്പിൾസ് ഉണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ പിമ്പിൾസ് ഏതാ നിങ്ങൾ വെറുതെ വേണം നോക്കി വെച്ച് വന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യും. പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള മാറാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് കിടക്കുക. അതേപോലെ തന്നെ അത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്തൊരു ക്രീം യൂസ് ചെയ്യുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാവരും എന്തൊരു പാക്ക് ഇട്ടാലും മായിട്ടുണ്ട് അങ്ങനത്തെ വെച്ചപ്പോഴാണ് വെളുത്തത്. അപ്പോൾ പെണ്ണ് പറയുന്നത് ശരിയായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് നമ്മുടെ മുട്ടായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ കുരു വരാണ്ട് പറയും, എന്താണ് നമുക്ക് കുരു വന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അതൊന്ന് പാച്ച് ടെസ്റ്റ്, എന്തൊരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ, കയ്യുടെ ഇവിടെ, എവിടെയെങ്കിലും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മറ്റേ ഇവിടെ നല്ലതായിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്തൊരു സംഭവം ഇടാൻ വേണ്ടി, ക്രീം ആവട്ടെ ഫേസ് പാക്ക് ആവട്ടെ എന്തായാലും അത് ഇടാൻ വേണ്ടി നോക്കാം. എന്തിടുമ്പോഴും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് റെഡിയാക്കി നോക്കാം. പിന്നെ സിറം, ക്ലെൻസിങ്, സിറം, മോയ്സ്ചറൈസർ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം.
പിന്നെ ആക്നെ, പിമ്പിൾസ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ്, കല്യാണത്തിന് മുമ്പ് എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ചെയ്യുമ്പോൾ ഒരു 2 ആഴ്ച മുമ്പ്, 3 ദിവസം മുമ്പ്, 2 മാസം മുമ്പൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അധികം അത് കുറയ്ക്കത്തി. പിന്നെ എന്താണ്, മാസത്തിൽ ഒരിക്കലൊക്കെ ഫേസ് പാക്ക് ഇടുന്ന ആൾക്കാർ, ടാനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഫേസ് പാക്കുകൾ മെയിനായിട്ട് ഇട്ടിരിക്കണം. പ്രത്യേകിച്ച് കല്യാണ പെണ്ണുങ്ങൾ ഇട്ടിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ പില്ലോ കവർ, അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പില്ലോ കവർ മാറ്റണം. അത് ഭയങ്കര ഇതാണ്. പില്ലോ കവർ മാറ്റിയില്ലെങ്കിൽ അതൊരു നമ്മുടെ മുഖത്തൊക്കെ വീണ്ടും പിമ്പിൾസ്, നമ്മൾ പിമ്പിൾസ് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി നോക്കുമ്പോൾ പിമ്പിൾസ് വീണ്ടും വരും. ആ ഒരു പില്ലോ കവറിൽ നിന്നാണ് ആ ഒരു ബാക്ടീരിയാസ് ഒക്കെ കൊണ്ടാണ് വരുന്നത്. പിന്നെ മേക്കപ്പിൻ്റെ സ്റ്റെപ്പുകൾ, ചിലവർക്ക് അത് അറിയാത്തതുണ്ട്. മേക്കപ്പിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്, ഒരു നോർമലായിട്ടൊരു മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്ന്. നോർമലായിട്ടൊരു സ്കിൻ കെയർ മാതിരി നമുക്ക് നോർമൽ മേക്കപ്പ് ചെയ്യാം. ക്ലെൻസിങ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം ചെയ്ത ഒരു സിമ്പിൾ മേക്കപ്പും സിമ്പിളായിട്ടൊരു സ്കിൻ കെയർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്നോട് എന്നിട്ടാ നമ്മളിപ്പോൾ എങ്ങനെയും പോകുമ്പോൾ ചെയ്യാനുള്ള ഒരു മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ കൊടുക്കാം കേട്ടോ. കൊടുക്കാം. സിമ്പിളായിട്ടൊരു കൺസീലറൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു 8 സ്റ്റെപ്പ് അങ്ങനെ വരുമ്പോൾ 8 സ്റ്റെപ്പുള്ളൊരു സിമ്പിളായിട്ടുള്ള. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ പറഞ്ഞു, അത് നിങ്ങൾ നോക്കി മേടിക്കാൻ വേണ്ടി നോക്കുക. ഫൗണ്ടേഷൻ്റെ ഷെയ്ഡുകൾ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി ഇത് ചെയ്യുക. പിന്നെ ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഷുഗർ കട്ട് ചെയ്യുക, സോൾട്ട് കട്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഷുഗർ എന്തായാലും കട്ട് ചെയ്യുക. സോൾട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് ഷുഗറാണ്. സോൾട്ട് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സോൾട്ട് അധികം കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ക്ലെൻസിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എപ്പോഴും ഫേസ് വാഷ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസിങ്ങിനെ പറ്റിയ വല്ല ഇതുകളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ക്ലെൻസിങ്ങിന് ഞാൻ വേണമെങ്കിൽ 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നെന്ന് പറയുന്നത്, ഗ്രാം ഫ്ലോർ വെച്ച് വെറുതെ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ തൈരോ വെച്ചൊന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് പോലെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകുക. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളയാം നമുക്ക്. അതിന് ശേഷം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും കുറച്ച് വെള്ളത്തിൽ ഇത് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസ് വാഷ് ആയിട്ട് അത് നമ്മുടെ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനും ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ബേക്കിംഗ് സോഡയുടെ ഒരു ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ക്രബ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹണി, അതേപോലെ തന്നെ അരിപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഇത് നമ്മുടെ മുഖത്തും യൂസ് ചെയ്യാം, നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം. ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ, തൈര്, ഹണി, അടിപൊളി സംഭവമാണ് മഞ്ഞൾ, ഹണി, തൈര് എന്ന് പറയുന്നത്. മഞ്ഞൾ, തൈര്, ഹണി. ചിലവർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ അതെടുക്കാതിരിക്കുക. തൈരും തേനും എടുക്കുന്നത് നല്ലതാണ്. നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ്, എന്നും ചെയ്യേണ്ട, ഒന്നരാടെങ്ങാലും ഒരു ഐസ് വെച്ചിട്ടുള്ള ഒരു സംഭവം ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട്, ഐസ് ക്യൂബ് തന്നെ ഡയറക്റ്റ് നമ്മൾ തേക്കരുത്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ച് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് പല ടൈപ്പ് ഐസ് ക്യൂബ്സ്, സാധാരണ നമ്മൾ വെള്ളം നിറച്ച ഐസ് ക്യൂബ് വയ്ക്കാം, അല്ലെങ്കിൽ ബീട്രൂട്ട് ഐസ് ക്യൂബ്, അങ്ങനത്തെ ഗ്രീൻ ടീയുടെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഐസ് ക്യൂബ് തിരഞ്ഞെടുത്തിട്ട് അത് വെക്കാൻ വേണ്ടി നോക്കാം. അത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന് മെയിനായിട്ട് ഞാൻ ഇടാൻ വേണ്ടി പറഞ്ഞു, അതാരും മറക്കരുത്. ഇനി എന്നോട് വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വല്ല വഴിയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ ഞാൻ മെയിനായിട്ട് ചെയ്യാറുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീൽ ഓഫ് മാസ്കും കാപ്പിപ്പൊടിയും യൂസ് ചെയ്തിട്ട് മുട്ടിട്ടിട്ട് അത് ഉണങ്ങാൻ നല്ല പാടാണ്. 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താണ് നല്ലത്. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നല്ലൊരു സംഭവമാണ്. എൻ്റെ മുഖത്തൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞളും അതേപോലെ തന്നെ ഹണിയും വെച്ചിട്ടുള്ളൊരു മാസ്ക് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. പിന്നെ അലോവേരയും ഗ്രീൻ ടീയുടെ ഓയിലും ടീ ട്രീയുടെ ഓയിലും വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ അവിടെ മുഖത്ത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രബിങ്ങിലൂടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ നല്ലൊരു വൈറ്റനിങ് പാക്കോ അല്ലെങ്കിൽ നല്ലൊരു പാക്കിൻ്റെ ഇത് പറഞ്ഞിരുന്നു. ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ കുറേ പാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്, പക്ഷേ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 എണ്ണമൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങളതൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാമെന്ന് മാത്രം. ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ ഞാൻ പറയാനുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വെറുതെ അപ്ലൈ ചെയ്താൽ തന്നെ അടിപൊളിയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട സംഭവമാണ് അത്. പിന്നെ ഞാൻ യൂസ് ചെയ്തതിൽ ഞാൻ പറയുന്നത് തൈരും മഞ്ഞളും തേനും നേരത്തെ പറഞ്ഞത്, അത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. മഞ്ഞൾ എനിക്ക് അലർജി ഇല്ല. മഞ്ഞൾ അലർജിയുള്ള ആൾക്കാർ എടുക്കണം. ചിലർക്ക് പിറ്റേ ദിവസം വല്ല ഇതുകളുണ്ടാവും. അപ്പോൾ മഞ്ഞൾ അധികം യൂസ് ചെയ്യാതിരിക്കുക. കാരണം മഞ്ഞൾ അങ്ങനെ പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നത്ര നല്ലതല്ല. കാരണം മഞ്ഞിച്ചിരിക്കും ചിലവർക്ക്, മഞ്ഞൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്ര മഞ്ഞിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയും തേനും പാലും. ഞാനത് ഒരു മാസത്തിൽ ഒരു 4 ദിവസമെങ്കിലും ഞാൻ അത് തേച്ചിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ അലോവേര വെറുതെ തേച്ചാൽ തന്നെ അടിപൊളി റിസൾട്ടാണ്. പിന്നെ നിങ്ങൾ അരിപ്പൊടിയും തേന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ എടുക്കാം. അതും നല്ല സംഭവമാണ് കേട്ടോ, ഗ്ലിസറിൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഗ്രാം ഫ്ലോറിൻ്റെ പാക്കുകളാണ്. അത് ടാൻ പോകാനായിട്ട് ഗ്രാം ഫ്ലോറിൻ്റെ പാക്കുകൾ വളരെയധികം നല്ലതാണ് കേട്ടോ.
പിന്നെ ഭയങ്കര പിമ്പിൾസ് ആക്നെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നീം മറ്റേ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയും വെള്ളം തിളപ്പിച്ച് ഒരു ടോണർ മാതിരി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് ആക്നെയൊക്കെ ഉള്ളവർക്ക് അടിപൊളി സംഭവമാണ്. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുൾട്ടാനി മിട്ടിയുടെ പാക്കുകൾ വളരെയധികം നല്ലതാണ്. ഞാൻ ഒരു വട്ടം മുൾട്ടാനി മിട്ടിയുടെ പാക്കറ്റ് എൻ്റെ ഡ്രൈ സ്കിൻ ആയിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ് മുൾട്ടാനി. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ മുഖമൊക്കെ ഡ്രൈ ആയി, പിന്നെ ഞാനതൊക്കെ മാറ്റാൻ വേണ്ടി ഭയങ്കര പ്രശ്നം പറ്റിയപ്പോൾ ഡ്രൈ സ്കിൻ ആരും മുൾട്ടാനി മിട്ടി യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ടാൻ പോകാൻ വേണ്ടി കടലമാവ്, മഞ്ഞപ്പൊടി, നാരങ്ങനീര്, പാല്, പല അലർജി ഉള്ളവർക്ക് റോസ് വാട്ടർ എടുക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ടാൻ പോകാനായിട്ട് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വീക്കിൽ ഒരു ദിവസം, ആഴ്ചയിലൊരിക്കലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ സാൻഡൽവുഡിൻ്റെ പൗഡറും അതേപോലെ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റൻ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇതൊക്കെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഏതാണ്, നിങ്ങളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതൊക്കെ രീതിയിൽ ഇപ്പോൾ എനിക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, എന്നോട് കുറച്ച് പേര് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി വല്ല ക്വസ്റ്റ്യൻസോ അതിന് വല്ല ആൻസേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.